ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ. ക്രൈസ്തവ ജീവിതത്തില് സ്വർഗം നേടിയെടുക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് സാധിക്കണം. എൻ്റെ പ്രവൃത്തികളില് പിതാവിന്റെ ഇഷ്ടമുണ്ടാവണം. ഒരുപക്ഷെ നമുക്കൊക്കെ സാധിക്കാതെ പോകുന്നത് ഇത് തന്നെയല്ലേ. നമ്മൾ പിതാവിനെ സ്നേഹിക്കുന്നുണ്ട്, പിതാവിന്റെ വചനം കേൾക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഇത് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രവൃത്തിയിലേക്ക് ഇത് കൊണ്ടുവരുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസികളായിട്ട് നമ്മൾ മാറുക. ഇഷ്ടംപോലെ കാര്യങ്ങള് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കാതെ പോകും. അവിടെ നമ്മൾ വീണു പോവുകയാണ്. അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് തന്നെ ഓർമ്മിപ്പിക്കുന്നത്, മോനെ നീ പ്രവർത്തിക്കേ, പിതാവിന്റെ ഇഷ്ടം നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കേ, എന്നാൽ മാത്രമേ നിനക്ക് ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ക്രൈസ്തവ ജീവിതം നയിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിത മാതൃക മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ? മക്കൾക്ക് നല്ല മാതൃക മാതാപിതാക്കൾ കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ, പള്ളിയിൽ പോകണമെന്ന് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തില് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തില് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാതെ, ഞാൻ പള്ളിയിൽ പോകാതെ മറ്റൊരാളോട് പറയാനായിട്ട് എനിക്ക് അവകാശമില്ല. അത് മക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മാതൃക കാണിച്ചു കൊടുക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ മക്കൾ എന്നെ കണ്ടുപിടിക്കും. ആ മാതൃക അവിടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവും. ഈശോയും ചെയ്തത് ഇതല്ലേ. അവൻ പറയുക മാത്രമല്ല, അവൻ ചെയ്തു കാണിച്ചു. ഒരു ദാസനെ പോലെ ജീവിച്ചു അല്ലെ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമപ്പെടുവാനായിട്ട് അവൻ തയ്യാറായി. കുരിശിൽ തന്റെ അവസാന തുള്ളി രക്തം ചിന്തി നമ്മെ രക്ഷിക്കാനായിട്ട് തയ്യാറായി. വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല അവന്റെ ജീവിതം, മറിച്ച് അവന്റെ ജീവിതത്തിലെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവന് സാധിച്ചു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ പറയുന്നത് പോലെ നമുക്കും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാം. വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമാകാതെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, ആ ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.